ദേവേട്ടാ, എന്താന്ന് പറ. നാളെ അച്ഛനും അമ്മയും സാരിയും കൊണ്ടാ വരിക. ആ സാരിയല്ലേ ദേവേട്ടാ ഞാൻ നാളെ ഉടുക്കേണ്ടത്. അതെയോ? എന്നാ നീ അത് തന്നെ ഉടുത്താ മതി. ഞാൻ തന്ന സാരി തന്നെ ഉടുക്കണോന്ന് ഞാൻ നിന്നെ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. എന്നാലും എന്റെ മനസ്സില് ദേവേട്ടൻ വാങ്ങിച്ചു തന്നത് ഉടുക്കണമെന്ന് തന്നെയാ. ഞാൻ വാങ്ങിത്തരുന്നത് എപ്പോ വേണമെങ്കിലും ഉടുക്കാലോ. മാത്രല്ല അത് അച്ഛനും അമ്മയും കാണേണ്ട കാര്യവുമില്ല. പറ്റുമെങ്കിൽ നീ അച്ഛനെന്ന് സാരി സമ്മാനിച്ചെന്ന് കുഞ്ഞാവയോടൊന്ന് പറഞ്ഞാ മതി. എന്നാലേ നീ അതിങ്ങതാ, ഞാനിത് അകത്ത് കൊണ്ടുവയ്ക്കാം. ഞാൻ വെച്ചോളാം ദേവേട്ടാ. നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. നിനക്കെന്തായാലും അമ്പിളിമാവും വരുന്നവരെ ഇവിടെ നിൽക്കണം. എന്നിട്ട് കുഞ്ഞാവയോട് സംസാരിച്ചിട്ട് വേണം അകത്തേക്ക് വരാൻ. അപ്പൊ നീ ആ കാര്യം നോക്ക്. ഇത് ഞാൻ തന്നെ കൊണ്ടുവച്ചോളാം. കുഞ്ഞുവാവേ. അമ്മേ, നിനക്കറിയോ ഇന്ന് നിന്നോട് സംസാരിക്കാൻ എന്തുമാത്രം കൊതിയായിരുന്നോ. ഞാൻ ഇവിടെ കാത്തിരിക്കായിരുന്നു കുഞ്ഞുവാവേ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നാളെ നമ്മുടെ ഫംഗ്ഷനാണ് ഇവിടെ തന്നെ നടത്താൻ പോകുന്നെ. എല്ലാവരുടെയും അനുഗ്രഹം കിട്ടിയ അപകടങ്ങളെല്ലാം അകന്നു പോകുന്ന. പക്ഷെ ഈ ഫംഗ്ഷൻ കഴിയുന്നതിന് മുൻപ് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്നാ എനിക്ക് പേടി. പറ കുഞ്ഞുവാവേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ട് അവര് നമ്മളെ കൊല്ലാൻ നോക്കുക അമ്മേ. കുഞ്ഞുവാവേ, എന്താ നീ പറഞ്ഞേ? അതെ അമ്മേ, അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സിന്ദൂരച്ചെപ്പില് നമ്മളെ കൊല്ലാനുള്ളതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന സിന്ദൂരത്തില് അപകടം ഉണ്ടെന്നോ? അങ്ങനെ ആവുമ്പോ ആർക്കും സംശയം ഉണ്ടാവൂലല്ലോ. അതുകൊണ്ടാ ആ വഴിയാ അവര് നോക്കുന്നേ. വൈദേഹി, എന്താ കുഞ്ഞാവ പറഞ്ഞത്? പറ വൈദേഹി, എന്തെങ്കിലും ആപത്തുണ്ടോ? ഒന്നുമില്ല എന്റെ ദേവേട്ടാ. അച്ഛന്റെ ആത്മാവ് കൂടെയുള്ളിടത്തോളം എല്ലാം നന്നായിട്ട് നടക്കും. അപ്പൊ സാറിന്റെ ടെൻഷനൊക്കെ മാറിക്കിട്ടിയല്ലോ. ഇനി വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇത് ഞാൻ എങ്ങനെ പറയും ദേവേട്ടാ? അമ്മ കൊണ്ടുവരാൻ പോകുന്ന സിന്ദൂരത്തിലാണ് ചതി ഒരുക്കിയിരിക്കുന്നത്. അതിൽ അങ്ങനെ ഒരു ആപത്തുണ്ടെന്ന് ദേവേട്ടനോട് എങ്ങനെ പറയാനാ? നീ എന്താ പിന്നെ ആലോചിക്കുന്നേ? ഒന്നുമില്ല ദേവേട്ടാ. എന്നാ പിന്നെ വാ. വസു, നീ വന്നോ? കൊണ്ടുവന്നോ? എനിക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലേ? ഇത് എനിക്ക് വേണ്ടി തന്നെയല്ലേ കൊണ്ടുവന്നേ? കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കും ജീവൻ ഉണ്ടാവണ്ടേ? ജീവൻ നിലനിർത്താനായി എന്തെങ്കിലും ഒന്ന് അകത്തേക്ക് ചെല്ലണ്ടേ? അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് മനസ്സറിഞ്ഞോ വിശക്കൊന്നും ഓർത്തിട്ട് ഒന്നും കൊണ്ടുവന്നല്ല. സാരമില്ല, അതെന്തെങ്കിലും ആവട്ടെ. വിശക്കുന്നു വസു, എനിക്ക് ചോറ് തരോ? പെട്ടെന്താ? ഏയ്, നെയ്യൊന്നും വേണ്ട. വിശന്നിട്ട് വയ്യ. അച്ചാറാണെങ്കിലും മതി. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് താ. ഒന്ന് നിക്ക് വരണേട്ടാ. ഇതും കൂടി ഒഴിച്ചാലല്ലേ നിങ്ങൾ കഴിക്കുന്ന ചോറിന് ഒരു വിലയൊക്കെ ഉണ്ടാവൂ. ആദ്യം നീ അതെനിക്ക് താ. കഴിക്ക്. ഞാൻ തന്ന സാരി തന്നെ ഉടുക്കണോന്ന് ഞാൻ നിന്നെ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. എന്നാലും എന്റെ മനസ്സില് ദേവേട്ടൻ വാങ്ങിച്ചു തന്നത് ഉടുക്കണമെന്ന് തന്നെയാ. ഞാൻ വാങ്ങിത്തരുന്നത് എപ്പോ വേണമെങ്കിലും ഉടുക്കാലോ. മാത്രല്ല അത് അച്ഛനും അമ്മയും കാണേണ്ട കാര്യവുമില്ല. പറ്റുമെങ്കിൽ നീ അച്ഛനെന്ന് സാരി സമ്മാനിച്ചെന്ന് കുഞ്ഞാവയോടൊന്ന് പറഞ്ഞാ മതി. കഴിക്ക്. കുറച്ചുകൂടെ ചോറ് താ.
എങ്ങനെയുണ്ട് അവസാനത്തെ അത്താഴം? അവസാനത്തെ അത്താഴോ? ഞാനിനി എന്തോ ഒരിക്കലും അന്നം തൊടില്ലേ. തൊടണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഉണ്ടാവണ്ടേ? കുറച്ചു മുമ്പ് ചോറ് കുഴച്ചപ്പോ നെയ്യാണെന്ന് കരുതി വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നെയ്യായിരുന്നില്ല, വിഷം. നിങ്ങൾക്ക് തന്ന ആഹാരത്തില് ഞാൻ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു സമയം കൊണ്ട് നിങ്ങൾ മരിക്കും. ഇപ്പൊ മനസ്സിലായോ? വസു, വസു, നീ എനിക്ക് ശരിക്കും വിഷം തന്നോ വസു? എന്തിനാ എന്നെ ചതിച്ച് ഈ നിസ്സഹായനായ എനിക്ക് വിഷം കലക്കി തരാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി വസു? അപ്പൊ ഇത്രയും നാളും മറ്റുള്ളവരുടെ ജീവൻ വെച്ച് നിങ്ങൾ കളിച്ചതോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്നാലും ഞാൻ നിങ്ങളെ അത്ര മനസാക്ഷി ഇല്ലാത്തവളല്ല. ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഈ വിഷത്തിനുള്ള മരുന്ന് തന്ന് നിങ്ങളുടെ ജീവൻ ഞാൻ നിലനിർത്തി തരാം. എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. എങ്കിൽ സത്യം പറയണം. അയ്യോ, എന്ത് സത്യമാ? എനിക്കൊരു സത്യം അറിയില്ല വസു. നീ എന്താ എന്നെ വിശ്വസിക്കാതെ? ദേവാ, വൈദേഹി, എല്ലാവരും അവരവരുടെ മുറിയില. ഇനി 1 മണിക്കൂറിനുള്ളിൽ വിഷം പതുക്കെ ഹൃദയത്തിൽ കയറും, പിന്നെ തലയിലേക്ക്. അതോടുകൂടി ജീവനും പോകും. പക്ഷെ അതിനുള്ളിൽ സത്യം പറഞ്ഞ ആ വിഷത്തിനുള്ള മരുന്ന് ഞാൻ തരും. നിങ്ങളുടെ ജീവൻ ഞാൻ തന്നെ രക്ഷിക്കാം. സത്യം പറ, വൈദേഹിച്ചിയുടെ ഫംഗ്ഷന്റെ അന്ന് എന്താ നിങ്ങളുടെ പ്ലാൻ? ആരെയാ കൊല്ലാൻ പോന്നെ? അയ്യോ, എനിക്കൊന്നും അറിയില്ല വസു. നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്നലെ നിങ്ങളുടെ അമ്മ പെട്ടെന്ന് വീട്ടിൽ നിന്ന് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇതുവരെയായി തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ അതിലെന്തോ ചതിയുണ്ടെന്നല്ലേ അർത്ഥം? സത്യം പറ, എന്താ ചെയ്യാൻ പോന്നെ? വസു, എനിക്കൊന്നും അറിയില്ല വസു. ഇനി എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലും എനിക്കതിലൊരു പങ്കുമില്ല വസു. എന്റെ അമ്മ എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന വിശ്വസിക്ക്, ഒന്ന് വിശ്വസിക്ക് പ്ലീസ്. എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നത്? മരണഭീതിയാണോ? എത്ര തവണ ദേവൻ ചേട്ടനെയും വൈദേഹി ചേച്ചിയും നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഈ മരണഭീതി ഇല്ലായിരുന്നോ? വസു, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള ഒന്നും ചെയ്യാറില്ല. മാത്രമല്ല, ചത്ത പാമ്പിനെ പിന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ല വസു. ഞാൻ പറയുന്ന വിശ്വസിക്ക്. വസു, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിപ്പോ ഒത്തിരി മാറി. എന്നെ ഇപ്പൊ രക്ഷിക്കുകയാണെങ്കിൽ അമ്മ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിച്ച് അത് ഞാൻ നിന്നോട് പറയാം. തൽക്കാലം എനിക്കൊന്നും അറിയില്ല. ഇതാണ് സത്യം വസു. ഇത് മാത്രമാ സത്യം. അതെയോ? ശരിയെന്നാ. വസു, 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 1 മിനിറ്റ് നിക്ക്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ വിശ്വസിക്കുന്നില്ല അല്ലേ? ശരി, പോയിക്കോ. പുലി വരുന്നേന്ന് പറഞ്ഞ് ഒടുവിൽ പുലി വന്നപ്പോ ആരുമില്ലാത്ത അവസ്ഥയെ ആദ്യം മാറിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിന്നെ ഞാൻ പറ്റിച്ചു. ഇപ്പൊ ഞാൻ സത്യം ചെയ്ത് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. ശരിയാ, എനിക്കിത് തന്നെ വേണം. ഇത്രയും പാപങ്ങൾ ചെയ്ത എനിക്ക് ഇതിലും നല്ല മരണമൊന്നും കിട്ടാനില്ല. പോയിക്കോ. പക്ഷേ എന്റെ കണ്ണടഞ്ഞ ശേഷം നീ മനസ്സിലാക്കും എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ശിക്ഷ വേണ്ടത് തന്നെയാ. പേടിക്കൊന്നും വേണ്ട. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ മരിക്കില്ല. അപ്പോ വിഷം തന്നില്ലായിരുന്നോ? ഇല്ല, അത് ശരിക്കും നീ തന്നെയാ. ഞാൻ മാറി വസു. ഇനി എല്ലാ വിധത്തിലും മാറും. എന്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തിൽ നിന്നും ദേവനെയും വൈദേഹിയെയും രക്ഷിക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ മാറി. അജയേട്ടാ, എന്തു പറ്റി? ഓക്കെ ആണോ? എന്താ ഇങ്ങനെ പെട്ടെന്നൊരു ഇക്കിള്? ദാ വെള്ളം കുടിക്ക്. ഞാനൊരു വിശേഷം അറിയിക്കാൻ വന്നപ്പോ ഈ ഇക്കിള് എന്താ അജയേട്ടാ? പോട്ടെ, ഞാൻ പറയാൻ കേട്ടോ. ഞാനേ അമ്മയാവാൻ പോവാ. എന്താ പറഞ്ഞേ? നീ അമ്മയാവാൻ പോവാണെന്നോ? എത്ര വലിയ കാര്യമോ നീ പറഞ്ഞേ? അജയേട്ടാ, ഇക്കിള് നിന്നു പോയത് കണ്ടോ? ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞാ പിന്നെ ഇക്കിള് നിക്കില്ലേ?
ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. ഇനി ഞാൻ നിന്നെ നിലത്ത് വെക്കില്ല. നോക്ക്, ഇനി തൊട്ട് നീ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. പടിക്കെട്ടൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണം. ആദ്യം നമുക്ക് ഡോക്ടറെ കാണാം. വാ. അജേട്ട മുഴുവൻ പറയുന്ന കേക്ക്. ഞാനൊരു അമ്മയാവാൻ പോകുന്നു പറഞ്ഞത് കേട്ടപ്പോ അജേട്ടന്റെ ഇക്കിള് നിന്നു. അത് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ശരിയാണ്, ഇക്കള് നിന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് ആരാ ആലോചിക്കുന്നേ? നീ അമ്മയാവാൻ പോവല്ലേ, അതാണ് എനിക്ക് ഏറ്റവും വലുത്. അമ്മയോടും ഇന്ദുമ്മയോടും എല്ലാവരോടും പറയണം. അമ്മേ, ഇന്ദുമ്മേ. അജേട്ട വെയിറ്റ്, ആദ്യം എന്നോട് ക്ഷമിക്ക്. എന്നെ അച്ഛനാക്കിയതിന് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയല്ലേ ആദ്യം തരേണ്ടേ? അതിന് ക്ഷമ ചോദിക്കേണ്ട കാര്യം എന്താ ഓർമ്മല്ലേ? ആദ്യം ഞാൻ പറയുന്നു ഒന്ന് കേക്ക്, അപ്പം മനസ്സിലാവും എന്തിനാ ക്ഷമ ചോദിക്കുന്നതെന്ന്. അജേട്ടന് ഇക്കിള് വന്നപ്പോ കുറെ നേരമല്ലോ ഓർമ്മല്ലേ നീ അതീ പിടിച്ച് തൂങ്ങാൻ തുടങ്ങിയിട്ട്. നീ കാര്യം എന്താണെന്ന് പറ. ഇക്കിളെടുത്ത് നിക്കാതാവുകയാണെങ്കിൽ ഷോക്ക് തരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ മതിയെന്ന. അതുപോലെ തന്നെ നടന്നില്ലേ? അതിനു വേണ്ടിയാ അമ്മയാവാൻ പോവാണെന്ന് ഞാൻ നുണ പറഞ്ഞത്. എന്ത്? നീ കള്ളം പറഞ്ഞാണെന്നോ? എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അത് പറഞ്ഞ ശേഷം അജേട്ടന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ അജേട്ടൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അജേട്ടനെ അത്രത്തോളം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എക്കിള് നിർത്താൻ വേണ്ടി പറഞ്ഞല്ലോ എന്നോർത്ത് പിന്നീട് എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഞാനതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അജേട്ടനോട് നുണ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കൂ അജേട്ടാ. എന്തിനാ ഇനി ക്ഷമ? അത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ഇത്രയും ചെറിയൊരു ക്ഷമ പറഞ്ഞാ മതിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാ ചേട്ടാ. എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. എന്ത് ചെയ്യാനും തയ്യാറാണോ? ചെയ്യാം. എന്നാലും നുണയങ്ങ് സത്യമാക്കിയേക്കാം. എന്താ പറഞ്ഞ? അമ്മയാവാൻ പോവാണെന്ന് ഇപ്പൊ നീ നുണ പറഞ്ഞില്ലേ, അതങ്ങ് സത്യമാക്കിയേക്കാൻ. കുറച്ചു നാള് കഴിഞ്ഞ് നടക്കേണ്ടത് അല്പം നേരത്തെ ആക്കിയാൽ മതിയെന്നേ ഉള്ളൂ. അപ്പൊ അത് നുണയും ആവില്ല, നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യവും വരത്തില്ല. എന്തു പറയുന്നു? വൈദേഹിയുടെ വളയിടിയിലാണെന്ന് പറഞ്ഞപ്പോ ഭാര്യയ്ക്കും അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി കാണാൻ കൊതി തോന്നുന്നുണ്ടല്ലേ? നീ അമ്മയാവാൻ പോവാണെന്നറിഞ്ഞാ ബാക്കി കാര്യങ്ങളൊക്കെ താനെ നടന്നോളൂ. വൈദേഹിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ. ആ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ആ കുഞ്ഞിന് കൂട്ടായി ഒരാളോട് ജനിക്കാൻ പോവെന്ന് പറയണമെന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അകലം കുറയ്ക്കാനായിട്ട്. അല്ല, ഈ അടുപ്പത്തിന്റെ ദൂരം കൂട്ടാൻ വേണ്ടിയാ. അതെന്ത് കണക്കാ? നമുക്കിടയിൽ ഒരു കുഞ്ഞു കൂടി വരുമ്പോ ദൂരം കൂടില്ലേ ഓർമ്മല്ലേ? കുഞ്ഞാവേ, നിന്റെ ഈ അമ്മ എത്ര ഭാഗ്യവതിയാണല്ലേ. നീ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നീ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ എനിക്ക് മാത്രം നീ അതിനുള്ളൊരു ഭാഗ്യം തന്നില്ല. നീ എന്താ മോളെ എന്നോട് മിണ്ടാത്തെ? അച്ഛൻ സന്തോഷിക്കുന്ന നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛാ, കുഞ്ഞാവേ, നീ എന്നോടാണ് സംസാരിച്ചേ? അതെ അച്ഛാ, ഞാൻ മിണ്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞില്ലേ? അച്ഛൻ അത് കേൾക്കുമ്പോ എന്തൊരു സുഖമെന്നറിയോ? ലോകത്തെ ഏതൊരച്ഛനും കുഞ്ഞു ജനിച്ച് 1 വർഷമെങ്കിലും കഴിഞ്ഞല്ലാതെ അച്ഛാന്ന വിളി കേൾക്കാൻ ഭാഗ്യമുണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ സമ്മാനം ജനിക്കും മുമ്പേ നീ എനിക്ക് തന്നു. അപ്പൊ എനിക്കെന്താ അച്ഛൻ തരാ? നിനക്കെന്താ വേണ്ടെന്ന് പറ കുഞ്ഞാവേ. നീ ഈ ഭൂമിയിലേക്ക് എത്തും മുമ്പേ തന്നെ നിനക്ക് വേണ്ടതെല്ലാം ഈ അച്ഛൻ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. നോക്കിക്കോ, എന്താ വേണ്ടെന്ന് പറ. പാവ വേണോ അതോ ഡ്രസ് വേണോ? വേറെ എന്താ വേണ്ടെന്ന് വേഗം പറഞ്ഞു. അതൊന്നും എനിക്ക് വേണ്ട അച്ഛാ. ഞാൻ ജനിച്ചു കഴിഞ്ഞ് തനിയെ കളിക്കണോ അച്ഛാ? എനിക്കൊരു അനിയനോ അനിയത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അച്ഛാ. എനിക്ക് അവരെ തരുവോ? കുഞ്ഞാവേ, അച്ഛൻ എന്താ ആലോചിക്കുന്നേ? വല്യച്ഛനും വല്യമ്മയ്ക്കും ഒരു മോളോ മോനോ ജനിച്ചാ എനിക്കൊരു അനിയത്തി അനിയനും ഉണ്ടാവില്ലേ? അപ്പൊ എനിക്കും അവരോടൊപ്പം കളിക്കാൻ പറ്റും. തരുവോ അച്ഛാ? തരാം കുഞ്ഞാവേ. ഇപ്പോഴേ നീ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എത്രമാത്രം ചിന്തിച്ചോണ്ടിരിക്കുന്നേ. കുഞ്ഞാവ ജനിക്കുമ്പോഴേക്കും ആ ശുഭവാർത്ത നീ കേൾക്കും. വല്യമ്മയും വല്യച്ഛനും ഇപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ആണോ അവേ?
പെട്ടെന്ന് അവർ അച്ഛനോട് ആ വിശേഷ വാർത്ത പറയും. ഇത് ശരിക്കും വിശേഷം തന്നെയാ. എത്രയും പെട്ടെന്ന് വൈദേഹി അറിയിക്കണം. വൈദേഹി, 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 ദേവേട്ടാ, വൈദേഹി. എന്തുറ്റി ദേവേട്ടാ? നമ്മുടെ കുഞ്ഞാവ. എന്തുറ്റി ദേവേട്ടാ? വൈദേഹി, നമ്മുടെ കുഞ്ഞാവ എന്നോട് സംസാരിച്ചു. എന്ത് ദേവേട്ടൻ പറയുന്നേ? കുഞ്ഞുവാവ ദേവേട്ടനോട് സംസാരിച്ചെന്നോ? അതെ വൈദേഹി, സ്വപ്നത്തിൽ അവൾ എന്നോട് സംസാരിച്ചു. സ്വപ്നത്തിലോ? സ്വപ്നത്തിലാണെങ്കിലും നിസ്സാരമായിട്ട് കരുതണ്ട. എനിക്ക് അവളുടെ ശബ്ദം ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നോട് അവൾ സംസാരിച്ചത്. നമ്മുടെ കുഞ്ഞാവ എന്നോട് സംസാരിച്ചല്ലോ. എന്നിട്ട് എന്താ അവള് പറഞ്ഞത്? നിന്നോട് പറയുന്ന പോലെ നടക്കാനിരിക്കുന്ന ഒരു കാര്യം അവൾ എന്നോട് പറഞ്ഞത്. നടക്കാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞോ? എന്താ അവള് പറഞ്ഞത് ദേവേട്ടാ? കേക്കട്ടെ. നിന്നോട് എന്താണോ പറഞ്ഞേ ആ കാര്യം തന്നെ എന്നോടും പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ദേവേട്ടനോട് പറഞ്ഞെന്നോ? അതെ വൈദേഹി, അതിന് നീ പേടിക്കുന്നെന്തിനാ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിനല്ലേ അവള് പറഞ്ഞേ. എന്നാ എന്നോടെന്താ പറഞ്ഞെന്ന് കേട്ടോ. അവൾക്ക് ഒരു കുഞ്ഞനിയനും ഒരു കുഞ്ഞനീത്തിയും വേണോ അത്രേ. ചുമ്മാ കളിക്കല്ലേ ദേവേട്ടാ. കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. എന്നിട്ടത് കുഞ്ഞുവാവയുടെ തലയിലിട്ട് കൊടുക്ക. സത്യം വൈദേഹി? എന്ത് സത്യം? ഇപ്പോഴും കുഞ്ഞുവാവ എന്റെ വയറ്റിൽ തന്നെയാ. എന്റെ അമ്മേ, ഇനിയൊരു അനിയനും അനിയത്തിന്ന് പറഞ്ഞ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരാനാ? ഒരുപക്ഷെ വേണമെങ്കിൽ തന്നെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. പിന്നീട് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒത്തിരി ഗ്യാപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ആയാ നമ്മുടെ കുഞ്ഞാവ് പറഞ്ഞിട്ടല്ലേ. ഈ ഉദ്ദേശം അത്ര ശരിയല്ലല്ലോ. എനിക്കറിയാം. നിക്കവിടെ. ഇപ്പൊ തന്നെ അവളോട് പോയി ചോദിച്ചിട്ട് തന്നെ ബാക്കി അയ്യോ, അതൊന്നും കാര്യം. പോയി ചോദിക്കണ്ട. അനിയനും അനിയത്തി എന്ന് പറഞ്ഞാ അത് നമുക്ക് തന്നെ ജനിക്കണമെന്നില്ല. അതിപ്പോ നമ്മുടെ അജയേട്ടനും ഊർമിളയുടെ അടുത്തേക്ക് ആയിക്കൂടെ? കുഞ്ഞാവയ്ക്ക് അവൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ ആ വിശേഷ വാർത്ത കേൾക്കണമെന്ന്. ആണോ? എന്നാ പിന്നെ ഇതങ്ങ് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഇത് ഉടനെ തന്നെ എടുത്തി ഏട്ടനെ അറിയിക്കണം. അയ്യോ വേണ്ടെന്നാ പറഞ്ഞേ. ഓൾറെഡി അവര് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാ പറഞ്ഞേ. അതെയോ? നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ഒരു ഇത്തിരി അത്യാഗ്രഹമുണ്ട്. അവൾക്ക് നമ്മുടെ അച്ഛന്റെയും അമ്മായിയുടെയൊക്കെ സ്വഭാവം തന്നെയാ. കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം അത്രേ. അവൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. പക്ഷെ നാളെ നടക്കാൻ പോകുന്നത് വേറെയാ. ഫംഗ്ഷൻ തുടങ്ങുമ്പോ അവിടെ ഒരു ആപത്ത് പതിഞ്ഞിരിപ്പുണ്ട്. അത് കടന്നാലല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. ഈ കിളവിയെ ഇതുവരെ കണ്ടില്ലല്ലോ. അവള് വരുവോ? ഹലോ, ഞാനിതേ എത്തി. വാമന്തരാമേ, ഇത്രയും നേരം കാണാതായപ്പോ ഇനി വരില്ലെന്ന് വിചാരിച്ചു. വൈദേഹിയോട് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയാ ഞാൻ എങ്ങനെ വരാതിരിക്കാനാ? അവളുടെ ചിത കത്തിച്ച് ആ ചാരം പുഴയിൽ ഒഴുക്കാൻ എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നെന്നോ. എന്റെ കണ്ണടയും മുൻപ് എനിക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടിയാ മതി. അപ്പോഴെങ്ങനെ വരാതിരിക്കുന്നേ? എന്നാൽ നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമായെന്ന് ഉറപ്പിച്ചോ. ഞാൻ പറയുന്നത് പോലെ ചെയ്താ നമ്മളെല്ലാം വിചാരിച്ചതുപോലെ നടക്കും. പറയ് ചന്ദ്രികേ, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇരു ചെവി അറിയാതെ ഭംഗിയായിട്ട് ചെയ്തോളാം. ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചടങ്ങിന് പോകുമ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സിന്ദൂരത്തിനൊപ്പം ഈ സാരിയും കൂടെ കൊണ്ടുപോണം. അത്രേ ഉള്ളോ? ഞങ്ങൾ എന്തായാലും സാരി എടുത്തോണ്ട് പോണം. ആ സാരിക്ക് പകരം ഇത് വെച്ചേക്കാം. വേറെന്താ വേണ്ടേ? ചടങ്ങ് നടക്കുന്ന സമയത്ത് വൈദേഹി ഈ സാരി തന്നെ ഉടുക്കണം. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ലേ അവള് ചടങ്ങിന് ഉടുക്കേണ്ടത്. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഇനി അവൾ അത് ഉടുത്തില്ലെങ്കിലും ഞാൻ അവളെ കൊണ്ട് അത് ഉടുപ്പിക്കും. അതൊക്കെ ഈ മന്ദര നോക്കിക്കോളാം. പക്ഷേ ഈ സാരി ഉടുക്കുന്നത് കൊണ്ട് വൈദേഹിക്ക് എന്താ പറ്റുക? നമുക്കെന്താ പ്രയോജനം? ഈ സാരി അവൾ ഉടുത്താ അവളെ ഭസ്മമാക്കാനുള്ള അവസരം കിട്ടും. എന്താ? വൈദേഹി ഈ സാരി ഉടുത്താ അവള് കരിഞ്ഞു പോകുന്നു. അപ്പൊ ചടങ്ങിനിടയ്ക്ക് വല്ല പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയാനാ? അതിനെന്തിനാ ഈ സാരി കൊണ്ടുപോകുന്നേ? ഏത് സാരി ആയാലും ഒന്നല്ലേ. ഇത് മറ്റുള്ള സാരി പോലെ അല്ല മന്ദരെ. അല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ?
അതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഈ സാരിയെ ഉടുത്തോണ്ട് വൈദേഹി മണ്ഡപത്തിൽ കയറിയിരിക്കുമ്പോ ഫോട്ടോയ്ക്ക് ചിരിച്ചും കൊണ്ട് ഒരു സ്മൈൽ കൊടുത്താൽ മതി. ആ ഒരു ഫോട്ടോയോടുകൂടി അവളെ മേളോട്ട് പറഞ്ഞയക്കാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സാരി ഉടുത്തോണ്ട് ഒരു ഫോട്ടോ എടുത്തെന്ന് കരുതി മരിക്കുന്നത് എങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ട് മനസ്സിലാക്കിക്കോ. ചന്ദ്രികെ, അത് കാണിക്കേ. ഈ സാരിയില് ഒരു പ്രത്യേകതരം കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അത് തന്നെയാ ഇപ്പൊ കണ്ട തുണിയിലും ഉള്ളത്. എങ്ങനെ കത്തിക്കരിഞ്ഞു എന്ന് കണ്ടല്ലോ. ഇതൊന്ന് ഫ്ലാഷ് ചെയ്താ മതി, എല്ലാം കത്തിച്ചാമ്പലാകും. അതെങ്ങനെയാ ഫോട്ടോ എടുത്തതും ഒരാൾ കരിഞ്ഞു പോകുന്നേ? അതല്ലേ നമ്മുടെ പ്ലാനിന്റെ സീക്രട്ട്.